പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ദൈവത്തിൽ കടന്നു പോകേണ്ട രണ്ട് സാഹചര്യങ്ങളുണ്ട്: കഷ്ടതയും തേജസ്സും. കഷ്ടത അനുഭവിക്കുകയും നിരാശയും വേദനകളും അനുഭവിക്കുന്ന ഓരോ ദൈവഭക്തന്മാരോടുമൊപ്പം ദൈവം കൂടെയുണ്ട്. പ്രയാസവേളയിൽ നാം ഒറ്റയ്ക്കല്ല. നിത്യമായ തേജസ് പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ട നാം അല്പകാലത്തെ കഷ്ടങ്ങൾ സഹിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളുമെല്ലാം സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം. സാരമില്ല എന്നെണ്ണാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകൾ നാം പ്രാപിക്കാനിരിക്കുന്ന ആ തേജസ്സിലേക്ക് ഒത്തപ്പെടുവാൻ കഴിയണം. നമ്മുടെ കഷ്ടതകൾ ഈ ലോകത്തിൽ അവസാനിക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ തേജസ് ആരംഭിക്കുകയാണ്. അത് നിത്യമാണ്. പുതിയ നിയമം നാം പരിശോധിച്ചാൽ ക്രിസ്തു ശിഷ്യന്മാരൊക്കെ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ആ നിത്യ തേജസ്സിന്റെ കനമാണ് ആ കഷ്ടതകളെയൊക്കെ സഹിപ്പാൻ അവരെ പ്രാപ്തരാക്കിയത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, ഹല്ലേലൂയ, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഹല്ലേലൂയ. ഈ കഷ്ടതകളും വേദനകളും ഉപദ്രവങ്ങളും ഒന്നും അവരെ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത നമുക്ക് ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടയാകും. നമ്മുടെ മുമ്പിൽ വൻ തിരമാലകൾ പോലെ കഷ്ടങ്ങൾ വന്നാലും നാം ഒരു കാര്യം ഉറപ്പായും വിശ്വസിക്കണം: ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ സങ്കേതമാണ്. ഭ്രമിച്ചു പോകരുത്. ദൈവം നമ്മെ ശക്തീകരിക്കും. ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. വലങ്കരം നമ്മെ താങ്ങും. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനെ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. കഷ്ടം അല്പകാലത്തേക്ക് മാത്രമേ ദൈവം അനുവദിക്കൂ. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന നിത്യ തേജസ്സിനായിട്ടാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. യാക്കോബ് തൻ്റെ ദുഃഖത്തിൻ്റെ ആധിക്യ നിമിത്തം ഇപ്രകാരം പറഞ്ഞു, സകലവും എനിക്ക് പ്രതികൂലം. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവന് വേണ്ടി ഒരിക്കൽ ശ്രേഷ്ഠത, മാന്യതയൊക്കെ തൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ, അനുഭവിക്കുവാൻ അവന് കഴിഞ്ഞു. എന്നാൽ നമുക്കും ഒരു ശ്രേഷ്ഠതയും മാന്യതയും ഒക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർഗീയമായ ഒരു തേജസ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യമായ തേജസ് പ്രാപിക്കുവാൻ നമുക്ക് നമ്മുടെ കഷ്ടതകളെയൊക്കെ സാരമില്ല എന്നെണ്ണാം. കഷ്ടതയിലും സന്തോഷിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഹല്ലേലൂയ, അതിനായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന് നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു.